കുത്തനാത്തി കുത്തിയിട്ട് റിഫായി ഷെയ്ഖിനെ ഹാജരാക്കി. കത്തിയോണ്ട് കുത്തുക, എന്നിട്ട് കുത്തിയിട്ട് വിളിക്കുക യാ ഷെയ്ഖ് യാ ഷെയ്ഖ് എന്ന് വിളിക്കുക. റിഫായി ഷെയ്ഖ് ഇറാഖിൽ നിന്ന് ഇവിടെ വരും. എന്തിന്? പുല്ലൂർ ആരോടുത്ത കുത്തിക്കണോ ഓനെ മുറി കൂട്ടാൻ വേണ്ടി മൂപ്പർ ഇറാഖിൽ നിന്ന് വരും. കണ്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് തടവി കൊടുക്കുമ്പോ മുറിയാണ് കൂടി. നമ്മളെ കുത്തിയ മൂപ്പര് വരുമോ? ഇല്ല. നമ്മളെ പള്ളിക്ക് ഉസ്താദ് കുത്തോ? ഇല്ല. ഇവിടുത്തെ ഖതീബ് കുത്തോ? ഇല്ല. കുത്തലാര? അത് കാപ്പാട് കോയാക്കണ്ട് മൂപ്പരെ കുത്തുള്ളൂ. മൂപ്പര് റിഫായി ഷെയ്ഖ് കൂടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. കോയാക്ക് ഡേറ്റ് തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് കൊടുത്താൽ ബുക്ക് ചെയ്ത് ഇപ്പോൾ ഡേറ്റ് തരും. ആ ഡേറ്റിൽ ഇവിടെ വരും. സ്റ്റേജിൽ മൂപ്പര് കുത്തി കാണിച്ചു തരും. എന്നിട്ട് കുത്തിയിട്ട് റിഫായി ഷെയ്ഖ് ഹാജരായിട്ട് ഇയാളെ മുറിവ് മാറ്റി കൊടുക്കും. നാളെ മൂപ്പർക്ക് കുത്ത് വേറെ എവിടെ ജയിക്കും. ഇന്ന് ഇവിടുന്ന് കുത്തി നാളെ ഞാൻ മൂപ്പര് ഡേറ്റ് എടുത്തപ്പോൾ കണ്ണൂരേക്കും. അപ്പൊ അവിടെ മൂപ്പര് കുത്തിയിട്ട് മൂപ്പര് യാ ഷെയ്ഖ് യാ ഷെയ്ഖ് വിളിക്കുമ്പോൾ റിഫായി ഷെയ്ഖ് ഓടിയെത്താം. അപ്പൊ ഇന്നലെ കുത്തി അതേ കോയപ്പോ ഇന്ന് കുത്തിക്കണം. സ്വാഭാവിക ചോദിച്ച കോയ എനിക്ക് തന്നെ പണിയേക്കൂലേ? ദിവസം മൂപ്പര് കുത്തുന്നവര് വിളിച്ച ഇയാൾ റിഫായി ഷെയ്ഖ് ഇതാക്കുന്ന വരിക, ഇവിടെ നിന്ന് മാറ്റി കൊടുക്കുന്നത് കോയ പൈസ വാങ്ങി പോവുക. ഇയാൾക്കതാ പണി. വയലിൽ നമ്മൾക്ക് ഡേറ്റ് കൊടുക്കണ പോലെ ഇയാൾ ഡേറ്റ് കൊടുക്കുന്ന കുത്തനാത്തി റിഫായി ഷെയ്ഖിനെ ഹാജരാക്കി കാണിച്ചു കൊടുക്കാനാണ് മൂപ്പര് ഡേറ്റ് കൊടുക്കുക. നിങ്ങൾ സെർച്ച് ചെയ്ത് യൂട്യൂബ് കയറിയിട്ട് കോയ കാപ്പാട് സെർച്ച് ചെയ്താൽ മതി. മൂപ്പര് കുത്തൻ എത്രയോ വീഡിയോ കാണാൻ പറ്റും. ഈ യഥാർത്ഥത്തിൽ ഒരു കാലത്ത് ഷിയാക്കൾ ശക്തമായി നടത്തിയ ഏർപ്പാട്. അന്ന് ഷിയാക്കൾ അഹ്ലുസുന്ന വെല്ലുവിളിച്ച വിഷയം അതൊക്കെ. ഷിയാക്കൾ ചെയ്തത് ദേഹ ഉപദ്രവേൽപ്പിക്കുക, മുറിവേൽപ്പിക്കുക. ഇത് ഷിയാക്കൾ ചെയ്ത പണിയാ. ഇപ്പോഴും കാണാം മുഹറം 10 ഷിയാക്കൾ ചെയ്യുന്ന ഏർപ്പാടുകൾ. അത് അഹ്ലുസുന്നെ വെല്ലുവിളിച്ചിട്ട് അവരുമായി സംവദിക്കുകയും വാദപ്രയോഗം നടത്തുന്ന വിഷയങ്ങൾ അതൊക്കെ. ഇന്ന് പാലാ സുൽത്താമായത്ത് നമ്മുടെ നാട്ടിൽ അത് ചെയ്യണം. സുൽത്താമായത്ത് ഇത് ശരിയല്ല പറഞ്ഞാലോ ഓൻ പയച്ചു. സഹോദരങ്ങളെ എവിടെയോ വെച്ച് റൂട്ട് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സുൽത്താമായത്തിനെ പറയാന്നല്ലാതെ ഇത് എവിടെയോ വെച്ച് വഴിമാറിപ്പോയിരിക്കുന്നു. പടച്ചറബിലേക്ക് വിളിക്കുന്നതിന് പകരം പടപ്പുകളിലേക്കാണ് വിളിക്കുന്നത്. കിതാബിലേക്കും സുന്നത്തിലേക്കും വിളിക്കുന്നതിന് പകരം പാട്ടിലേക്കും ബെയ്ത്തിലേക്കുമാണ് വിളിക്കുന്നത്. പള്ളികളിലേക്ക് വിളിക്കുന്നതിന് പകരം ജാറങ്ങളിലേക്കാണ് വിളിക്കുന്നത്. എല്ലാം റൂട്ടുമാറിപ്പോയിട്ടുണ്ട്. ഷിയായിസത്തിന്റെ സ്വാധീനമുണ്ട്. അശ്അരിയത്ത് മാതുരിദിയത്ത് എന്ന പേരിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥ ഇമാം അശ്അരിയുടെ വിശ്വാസമല്ല, പകരം ഒന്നുകിൽ ഷിയായിസമാണ് അല്ലെങ്കിൽ മുഅ്തസിലി ചിന്താഗതിയാണ്. അതാ പ്രചരിപ്പിക്കപ്പെടുന്നത്. അല്ലാതെ ഇമാം അശ്അരിയുടെ വിശ്വാസമല്ല. അതൊന്നും പടച്ചറബിനെ പറ്റുന്ന വിശ്വാസങ്ങൾ ആളുകൾക്ക് ഒന്നും അറിയാതായി പോയി. റബ്ബിന്റെ നാമഗുണ വിശേഷങ്ങൾ അതുപോലും പഠിക്കുന്നില്ല. റബ്ബ് ഏകനാണ്, എന്താ ഏകൻ അതുപോലും ആളുകൾക്കറിയില്ല. അല്ലാഹു തുല്യനായി ആരും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞത്? ആരാണ്? ആരെ പറ്റിയാ പറഞ്ഞത്? എന്താ തുല്യനാവുക എന്ന് പറഞ്ഞാൽ അതുപോലും ആളുകൾ അന്വേഷിക്കുന്നില്ല. എന്നിട്ട് അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല അറിയും പോലെ അറിയും, അല്ല പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും എന്ന് എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നിടത്ത സമൂഹമുള്ളത്.